ജാറം, മരത്തിന്റെ ഉള്ളില് ജാറം, അവൻ ജാറം, ചക്ക 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 ചക്ക, അതാ ഉളക്കെ എരിമാടിയ പോലെ ജാറം. ഒരുത്തനും അവിടെ നിന്നിട്ട് ചായയും സാൻഡ്വിച്ചും തിന്നണു. ഇത് ഗുജറാത്തിൽ അഹമ്മദാബാദിലുള്ള ഒരു ദർഗ കഫ്റ്റീരിയാണ്. ഒരു ദർഗ ടീ ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കഫ്റ്റീരിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അവിടെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്, എല്ലാവിധ സാൻഡ്വിച്ചുകളുണ്ട്, ചായ, മസാല ചായ ഉണ്ട്, സാധാ ചായ ഉണ്ട്, പല വെറൈറ്റി ചായകളുണ്ട്. ഒക്കെ ചെറിയൊരു വില വ്യത്യാസമുള്ളൂ. അതിനുള്ള സൗകര്യം അവിടെ തന്നിട്ടുണ്ട്. ഖബറിന്റെ ജാറത്തിന്റെ മയ്യത്തിനെ ഖബറടക്കിയ എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് സിമെന്റും കൊണ്ട് അങ്ങനെ വെറുതെ കെട്ടിണ്ടാക്കിക്കാണെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കേരളത്തിലൊക്കെ പലയിടത്തും ഉണ്ട്. മരിച്ചത് എന്താണോ അതൊന്നും അറിയില്ല, അതിന്റെ ഉള്ളിൽ ആരാണ് അതും അറിയില്ല, ഇതെന്താണ് ഇത് ജാറാണെന്ന് പറയണ അങ്ങനത്തെ ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കാന് ചെറിയ ഒരു വിലയിൽ കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ട് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരാൾ എയർപോർട്ട് ഒരു ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് ചായ കുടിച്ചിട്ട് ഒരു ടിപ്പും കൊടുത്തിട്ട് അവർ പറയുന്ന പൈസ എണ്ണി കൊടുത്തിട്ട് മറ്റേതൊക്കെ തൊട്ട് നെറുവിൽ വെച്ചിട്ട് മേത്തുകൂടിയൊക്കെ തിരുമ്പിയിട്ട് പോയ ഓൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഇപ്പോൾ അവിടെ മണ്ണാർക്കാട്ട് ഭാഗത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ നാട്ടുകല്ല് മക്കാമിന്റെ അടുത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് അനുഗ്രഹം വാങ്ങുന്ന പോലെ അനുഗ്രഹം തരാന് ആ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ആൾ ആര്, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഉണ്ടെച്ചെങ്കിൽ അയാളുടെ പേരറിയണ്ടേ, അയാളുടെ ഊരറിയണ്ടേ, നാടറിയണ്ടേ, അങ്ങനെ ആളെ കുറിച്ചറിയണ്ടേ, അങ്ങനെ ഒന്നും അറിയില്ല. പിന്നെന്താണ്, ഒരു കല്ല് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ആ കല്ലിന്റെ അടുത്ത് അതൊരു മീസാൻ കല്ലാണ്, ആ മീസാൻ കല്ലിന്റെ ചുവട്ടിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരോ അവിടെ നിന്നിട്ട് ദുആ ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ ഒരു കല്ല് വളർന്നു നിൽക്കുന്ന ഒരു കല്ല് അതാണ് അവിടെ ഒരു മയ്യത്തുണ്ട് എന്നുള്ളതിന് തെളിവ്. ഇതൊക്കെയാണ് ഇവരുടെ തെളിവുകൾ. ഇത് ഇന്ന് കാണിക്കുവാൻ കാര്യം, ഇന്നലെ ഒരു സഹോദരൻ അയച്ചു തന്നാണ് ഈ വീഡിയോ. ഇങ്ങനെ ഗുജറാത്തിൽ അഹമ്മദാബാദിലുള്ള ഒരു വലിയ ഒരു ദർഗ കഫ്റ്റീരിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിസ്ഥാൻ കഫേ എന്നാണ് അതിന്റെ പേര് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കാണിക്കുവാനുള്ളത് മറ്റൊന്നാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് കാസർഗോഡ് ബദിയടുക്കയിൽ വിലസിയിരുന്ന അബ്ബാസ് തങ്ങൾ, തൃശൂർക്കാരൻ വർഗീസ് ആണത്രേ. ഇയാളെങ്ങാനും ഇതിനിടയിൽ തട്ടിപ്പോയിരുന്നെങ്കിൽ ഒരു ജാറം ഉറപ്പില്ലേ, പടച്ചം കാത്ത് എന്നാണ് അതിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതിന് ചുവട്ടിലുള്ള പത്ര കട്ടിങ് ഉണ്ട്. അയാൾക്ക് ഊരുവിലക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആൾമാറാട്ടം അബ്ബാസ് തങ്ങൾ എന്ന വർഗീസിനെ ബദിയടുക്കയിൽ ഊരുവിലക്ക്. അപ്പൊ ഊരുവിലക്ക് എന്നൊന്നും പറയണ്ട, ആ ഒരു വർഗീസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലെന്താണ് എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം. ബദിയടുക്ക കൂശാലായി ഭക്ഷണം കഴിക്കാനും സുഖജീവിതം നയിക്കാനും ആൾമാറാട്ടം നടത്തി കഴിഞ്ഞുകൂടുകയായിരുന്ന 75-കാരനെ ബദിയടുക്ക പോലീസ് ഊരുവിലക്കി. മേലിൽ ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കണ്ടുപോകരുതെന്ന താക്കീത് ചെയ്ത് ഇയാളെ പോലീസ് പറഞ്ഞു വിട്ടു. ആ പോലീസാണല്ലേ ഊരുവിലക്കിക്കട്, വല്ലാത്ത ജാതി. അബ്ബാസ് തങ്ങളെന്ന് അത് പിന്നെ പൊളിക്കും. ഒരു താടിയും ഒരു പച്ച മുണ്ടും ഒരു കോട്ടും ഒക്കെ കണ്ടിച്ചെങ്കിൽ ചിത്രത്തിൽ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ് അയാളുടെ. അബ്ബാസ് തങ്ങൾ എന്ന് സ്വയം പരിചയപ്പെടുത്തി കാസർഗോഡ് മുള്ളേരിയ ബദിയടുക്ക എന്നിവിടങ്ങളിൽ മുസ്ലിം വീടുകളിലും പള്ളിയിലും എത്തി ആതിഥ്യം സ്വീകരിച്ചു വന്നിരുന്ന ഇയാളെ ഇന്ന് രാവിലെ ബദിയടുക്കയിൽ സംശയം തോന്നിയ യുവാക്കൾ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസ് സംഘം ഇതെന്താവട്ടെ, ഞാൻ ഫുള്ള് വായിക്കണമെന്നില്ല, എന്തായാലും ഇരിക്കണ സാധുവാണ്. അയാളുടെ വേറൊരു ഫോട്ടോ ഇവിടെ പച്ചത്തലകെട്ടുമായിട്ടും കറുത്ത കോട്ടുമായിട്ടുണ്ട്. ഇയാളുടെ തവറൊക്കെ എടുത്തോലൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോളി, അള്ളാഹുവോട് തൗബ ചെയ്തോളി. ഇയാളെ അടുത്തുനിന്ന് എന്തെങ്കിലും അമല ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഇവിടെ ഈ പോസ്റ്റ് ചെയ്ത ആള് പറഞ്ഞു തന്നെയാണ്, ഇയാൾ ഇതിനിടക്കെങ്ങാനും തട്ടിപ്പോയിരുന്നു വെച്ചെങ്കിൽ അവിടെ ഒരു ജാറം പൊന്തൂല ചെങ്ങൈമരെ, അവിടെ ഉറൂസ് ഇറക്കൂല, നിങ്ങൾ അവിടെ പോയിട്ട് ഇതിന് പാത്തി ഓതിയിട്ട് വിളിച്ചു തേടൂലേ, എത്ര ഉള്ളൂ ഇവിടെ നടക്കണതൊക്കെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊക്കെ കാണിക്കുമ്പോ ഇന്ത്യയുടെ പല ഭാഗത്ത്, ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലൂടെ 10,000-കണക്കിന് ആളുകളെ കൂട്ടിക്കൊണ്ട് ദിക്റും സലാത്തും പറഞ്ഞിട്ട് പണപ്പിരിവും നടത്തിക്കൊണ്ട് നടക്കുന്ന നടന്നൗലിയ ശിഹാബ് ചോറ്റൂർ എന്ന് ചില ആളുകൾ പറയും. കാരണം നടന്നൗലിയ എന്നൊരു പേര് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബാജി എന്ന് ചില ആളുകൾ പറയും. അങ്ങനെ ഒരു പേരും അദ്ദേഹത്തിനുണ്ട്. അയാളെ പേര് ശിഹാബ് എന്നാണ്, ചോറ്റൂരുകാരനാണ്. അയാൾ ഒരു യൂട്യൂബർ ആയിരുന്നു. യൂട്യൂബിലൂടെ എങ്ങനെ ഏണിംഗ് ഉണ്ടാക്കാം എന്നൊക്കെ വീഡിയോ ചെയ്തിട്ട് വിജയിക്കാതെ ഇരുന്ന സാഹചര്യത്തില് ഹജ്ജിന് എന്നും പറഞ്ഞിട്ടാണ് നടന്നിക്കാണ്. അങ്ങനെ ഇപ്പൊ ഔലിയായി എന്നുള്ളതാണ്. ഒരു വീഡിയോ ശകലം നമുക്കൊന്ന് കാണാം. ഇത് വെറുതെ പറയാൻ പാടില്ലല്ലോ അല്ലേ, ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്ത പറയാൻ പാടില്ലല്ലോ, ഉള്ള തന്നെ പറഞ്ഞു. കണ്ടോക്കാണ് നിങ്ങൾ.
നടന്നൗലിയ ഇവൻ ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കണമെന്ന് ചോദിച്ചത്. ഖുറാഫാത്ത് നിങ്ങൾ എടുത്തുണ്ടോ? നിങ്ങളെ പിന്നാലെ ആളുണ്ടാവും. അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അന്ധവിശ്വാസികൾ നിങ്ങളെ പിന്നാലെ ഉണ്ടാവും. വിശ്വാസികൾ വളരെ ദുർലഭമേ ഉള്ളൂ. അവര് സത്യം വിളിച്ചു പറയുമ്പോ അവരെ പല പേരിട്ട് വിളിച്ച് ആക്ഷേപിക്കുന്ന ആക്ഷേപകരുണ്ട്. ആക്ഷേപകരെ നിങ്ങൾ തിരിച്ചറിയുക. ഇതാണ് നടന്നൗലിയുടെ കോലം. അപ്പൊ നേരത്തെ നമ്മൾ 2 കാര്യങ്ങൾ കാണിച്ചത്, ഇത് രണ്ടും ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് വരിക എന്നുള്ളതാണ്. ഇനിയും നമുക്ക് കാണിക്കുവാൻ ഏറെ ഉണ്ട്. അപ്പോ അവിടേക്കൊന്നും പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുക. ഒരു തൗഹീദി പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിന്റെ ദീൻ ഏതാണ്? എന്താണ് അതിന്റെ ഉത്തരം? ദീനിയൽ ഇസ്ലാം. എൻ്റെ ദീൻ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാരിൽ ചിലർ വിശദീകരിച്ചു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്, 3 അടിത്തറകളാണ്. പല ഹദീസുകളിലും അത് സൂചനയായി വന്നിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. 3 അടിത്തറകൾ ഇസ്ലാമിലുണ്ട്. ഒന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വം അംഗീകരിക്കുക എന്നതാണ്. അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യുക, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹുവിൽ മാത്രം ബരമേൽപ്പിക്കുക. അതാണ് ഒന്നാമത്തെ ഭാഗം, തൗഹീദ്. ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്നാമത്തേത് തൗഹീദാണ്. രണ്ടാമത്തേത് ഇത്തിബാഅ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. മൂന്നാമത്തെ കാര്യം, അതാണ് ഞാൻ കുറച്ച് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇസ്ലാമിൻ്റെ പേരിലുള്ള സ്നേഹമാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഏത് തറവാട്ടിലുള്ളവരാണെങ്കിലും, ഏത് നാട്ടിലുള്ളവരാണെങ്കിലും, ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും, ഏത് നിറമുള്ളവരാണെങ്കിലും, ഏത് കുടുംബത്തിൽ നിന്നുള്ളവർ, അൽ മുസ്ലിം അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. നിങ്ങൾക്കിടയിൽ ഒരു അതിർവരമ്പുകളും നിങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല. ഇന്ന് മുസ്ലിങ്ങളെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രയാസങ്ങളൊന്നത് അവർക്കിടയിൽ അവർ സ്വയം നിശ്ചയിച്ച അതിർവരമ്പുകൾ അവരകത്തിയിരിക്കുന്നു. ആൾക്കാർക്ക് പരസ്പരം കണ്ടാൽ സലാം പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങളുടെ പേരെന്താണ്? സുഖം തന്നെ. നിങ്ങളേതാ ഗ്രൂപ്പ്? അവിടെയാണ്. ഒരുത്തൻ അവൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവനാണ് മറ്റേയാൾ എന്ന് അറിഞ്ഞാൽ എല്ലാവരും ചോദിച്ചു, ഇന്നാളറി ആ ഗ്രൂപ്പ് അപ്പള്ളിയിലാണ് പോകുന്നത്, ഇന്ന ഗ്രൂപ്പിലാണെന്ന് അറിഞ്ഞാൽ അവർ അസ്സലാമു അലൈക്കും എന്ന് വീണ്ടും പറയും. നേരത്തെ പറഞ്ഞ സലാമോ അതൊരു സാദാ സീതാ സലാം. രണ്ടാമത് പറഞ്ഞതാണ് യഥാർത്ഥ സലാം. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പേരിലുള്ള നിങ്ങളുടെ ബന്ധം, ഇസ്ലാമിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ നിശ്ചയിച്ച ബന്ധം നിങ്ങൾ ഒരിക്കലും ദീനിൻ്റെ പേരിലല്ലാതെ അകറ്റാൻ പാടില്ല. ദീനിൻ്റെ പേര് സഹോദരങ്ങളാണ്. അൽ മുസ്ലിം അഖുൽ മുസ്ലിം. റസൂലുള്ളാഹി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിം സഹോദരനാണ് മറ്റൊരു മുസ്ലിമിന്. ലാ യസ്ലിമുഹു വലാ യഖ്ദുലുഹു. ഒരു മുസ്ലിം ഒരിക്കലും മറ്റൊരു മുസ്ലിമിനോട് അനീതി കാണിക്കാൻ പാടില്ല, അതിക്രമം കാണിക്കാൻ പാടില്ല. മുസ്ലിമിനോട് കൂടുതൽ ബാധ്യതയും. അതുകൊണ്ടാണ് വേറുള്ളവരോട് അതിക്രമം കാണിക്കാന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ്. മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള കാരുണ്യത്തിൻ്റെയും അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും കാര്യത്തിൽ അവരുടെ ഉപമ കമസലിൽ ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരം പോലെയാണ്. നമ്മൾ അങ്ങനെയാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ സ്വന്തത്തെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യമാണ്. ചില ആൾക്കാർ വേറെ ആൾക്കാർ എന്തെങ്കിലും പ്രയാസം ഉണ്ടായെന്ന് അറിഞ്ഞാൽ ഓനത് അയൽപ്പെട്ടവനല്ലേ, ഓനതിന് വേണം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാടുകളിൽ മുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വാർത്ത വായിച്ച് നമ്മൾ പലർക്കും അത്തരം വാർത്തകൾ ഒരു തിരിഞ്ഞു നോക്കാൻ പോലും അർഹതയില്ലാത്ത വിഷയങ്ങളായി മാറിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പേരിലുള്ള ബന്ധം നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണിത്. ഒരിക്കലും ഒരാൾ, ഞാൻ തമാശയായി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് കൂടിയല്ല, ഒരിക്കൽ ഒരാൾ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ ഒരാൾ, അയാളിങ്ങനെ റോട്ടിൽ നിൽക്കുമ്പോൾ
ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരാൾ നടന്നു പോയി. അയാൾ കണ്ടപ്പോൾ സലാം അലൈക്കും എന്നാണ്. ഇയാൾ സലാം അടക്കില്ല. അല്ല, നിങ്ങളത് സലാം അടക്കാൻ? ഓനൊരു ബംഗാളി. അയാൾ പറഞ്ഞു വാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത 6 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താ? റദ്ദുസ്സലാം, സലാം അടക്കല. എത്ര ആളുകൾ പരസ്പരം കണ്ട സലാം അടക്കില്ല? ഗ്രൂപ്പ് മാറിയതിൻ്റെ പേരിൽ, ടീം മാറിയതിൻ്റെ പേരിൽ. ഇങ്ങനെ ആകരുത് എൻ്റെ സഹോദരങ്ങളെ. ഇസ്ലാമിൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കുക, ദീനിൻ്റെ പേരിൽ ഐക്യപ്പെടുക. പരസ്പരം കണ്ടാൽ അകന്നു പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. ഹദീസിൽ അങ്ങനെ തന്നെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അവിടുന്ന് പറഞ്ഞു, ഫലാ തദാബറു, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പരസ്പരം തിരിഞ്ഞു കളഞ്ഞു പോകരുത്. ഒരുത്തനെ കണ്ടാൽ വേറൊരുത്തൻ തിരിഞ്ഞു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള അവൻ്റെ ബന്ധവും അവൻ്റെ സ്നേഹവും അടുപ്പവും അതിൻ്റെ ഉദാഹരണം ഏതുപോലെയാണ്? കമസലിൽ ജസദിൽ വാഹിദ്, ഒരു ശരീരം പോലെയാണ്. ഇദാ ഇശ്തകാ മിൻഹു ഉദ്വുൻ തദാഅ അലൈഹി സായിറുൽ ജസദി ബിൽ ഹുമ്മ വസ്സഹർ. ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രയാസമുണ്ടായാൽ ശരീരത്തിലെ മറ്റവയവങ്ങളെല്ലാം ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടും പനി വന്നുകൊണ്ടും അതിൽ പങ്കുചേരുകയാണ്. പനി വരുമ്പോൾ ഏതെങ്കിലും ഒരു അവയവം പറയുന്നത് ഞാൻ ഇതിൽക്കില്ല, ഇത് നിങ്ങളായിട്ട് അനുഭവിച്ചു എന്ന് പറയുമോ? ഇല്ല, ശരീരം മുഴുവൻ പനിക്കുകയാണ്. ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു അവയവം മാത്രം കുറച്ചു നേരം മാറിയിരുന്ന് ഞാനൊന്ന് കുറച്ചു നേരം ഉറങ്ങട്ടെ എന്ന് പറയുമോ? ഇല്ല, ശരീരം മുഴുവൻ അതിൽ പങ്കുചേരുന്നു. അതുപോലെയാണ് മുസ്ലിം. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ഈ ശരീരം നിങ്ങൾ വെട്ടിമുറിക്കരുത്. ദീനിൻ്റെ ഈ ശരീരം നിങ്ങൾ കഷ്ണങ്ങളാക്കരുത്. പുതിയ ചിന്തകൾ കൊണ്ട്, പുതിയ വടികൾ കൊണ്ട്, പുതിയ മാർഗങ്ങൾ കൊണ്ട് ദീനിൽ നിങ്ങൾ അള്ളാഹു റസൂലും എന്താണോ നിങ്ങൾ കേൾപ്പിച്ചു തന്നത് അതിൽ നിൽക്കുക, അതിൻ്റെ പേരിൽ ഒരുമിക്കുക. നമ്മൾ അതിനെന്തുകൊണ്ട് ആവശ്യക്കാരായ സമയമാണ്. രണ്ടാമത്തെ കാര്യം അതാണ്. വമാ ദീനുക എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദീനി അൽ ഇസ്ലാം,